ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് ഇപ്പൊ ടോട്ടലി വലിയ സുഖമൊന്നുമില്ല. ചുമയുണ്ട്, എനിക്ക് ജലദോഷമുണ്ട്, എനിക്ക് ചുമയുണ്ട്, നല്ല തലവേദനയുണ്ട്, ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ രാത്രി അബ്രൂമനിക്ക് കിടന്ന് ഉറങ്ങിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് എനിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്കിപ്പോ ആകപ്പാടൊരു മൂകത, തല എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ എന്നിട്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നാ, തല കറങ്ങണ പോലെ തോന്നാ, തലയ്ക്കൊരു കനം തോന്നാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഭ്രാന്ത് പിടിച്ച പോലെ. ഞാനൊരു എത്ര മണിക്കാന്നറിയില്ല, ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ പേടിച്ചെന്റെ കാരണം കൂർക്കം വലിയായിട്ട്. അങ്ങനെയൊന്നുമല്ല, അത് ഞാൻ എപ്പോഴെങ്കിലും കൂർക്കം വലിക്കും. ഞാൻ എന്തേമോ വലിക്കില്ലേ? അയ്യോ, പറയണ ചേട്ടൻ വലിക്കില്ല. ഞാൻ ഉറക്കത്തിലൊക്കെ ചിലപ്പോ വർത്താനൊക്കെ പറയുമ്പോ അങ്ങനത്തെ സ്വഭാവം ഇരിക്കുന്നുണ്ട്, ഞാൻ അറിയാണ്ടിട്ടാ. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഉറക്കം ശരിയാവാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ അബ്രുവിന്റെ ബർത്ത്ഡേ ഉണ്ടാ, അബ്രുവിന്റെ ബർത്ത്ഡേ ആണ്. അബ്രുവിന് 1 വയസ്സാവണ്. എത്ര പെട്ടെന്ന് 1 വർഷം കഴിഞ്ഞല്ലേ? കഴിഞ്ഞ മാസം കഴിഞ്ഞ പോലെയാണ് തോന്നണേ. എത്ര നാളെ കഴിഞ്ഞപ്പോ 1 വയസ്സായിട്ട് എത്ര ആയിട്ട് നമുക്ക് തോന്നണില്ല. അപ്പൊ 1 വയസ്സിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന്റെ കുറച്ച് ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഷോപ്പിംഗ്, വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല, എന്നാലും ചെറിയ രീതിയില് നമ്മുടെ രീതിയില് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അതിൽ തന്നെ അപ്പനെ മുന്നൂടി ഇറച്ചി വാങ്ങിക്കുന്ന പോയിട്ടുണ്ട്. ആളുടെ പുല്ല് പോയിട്ട് ഒരു പൊടി പോലും കാണാനില്ല. രാവിലെ തന്നെ മീൻ വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുപയറ് ഉപ്പേരി വെച്ചിട്ട് കുറെ നാളായിട്ട് ചെറുപയർ ഉപ്പേരി കഴിച്ചിട്ട് ഇവിടെ വെക്കല് കുറവാണ്. പിന്നെ ചെറുപയർ വെച്ചിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ ആദ്യം ചേട്ടൻ ചോറ് വരെ തിന്നാണ്ട് പോയേക്കണം. ഒരു വിശപ്പുണ്ടാഹോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നടന്നാൽ മതി, വണ്ടിയിൽ ഇങ്ങനെ കയറിയിരിക്കുക അപ്പൻ്റെ കൂടെ. ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഞാൻ ആലോചിക്കണം. എവിടേക്ക് പോകുമ്പോഴും ആദ്യ മറ്റേ കങ്കാരിന്റെ പോലെ കയറിയിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ആളുടെ പോക്കൊക്കെ നിൽക്കും. അതോടുകൂടി എല്ലാം ശരിയാവും. പിന്നെ അവൻ്റെ ദേഷ്യവും വാശിയൊക്കെ കൂടും. ഇപ്പൊ വന്നിട്ടില്ല, ഇപ്പൊ വരിയിരിക്കുന്നു വിചാരിക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ പോയേ? ഇറച്ചി വാങ്ങാൻ പോയിട്ട് 1 മണിക്കൂറായില്ല, ഇതുവരെ ഒരു അഡ്രസ്സും ഇല്ല. എന്തേ ബാറ്ററി കേടായ? ബ്രാലല്ല, മറ്റേ ഇതല്ല, അയില അയിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ അതെ ചേട്ടന് കൊടുത്തേ, അബുരിന് കൊടുക്കേ, കളിക്കാൻ അബുരിന് കൊടുത്ത എല്ലാ ബോളും വാങ്ങിച്ചു വെച്ചൂല്ലോ അവൻ. അബുര് കേറിക്കോടാ, ചേട്ടൻ്റെ വേ പോയി വാങ്ങിച്ചോടാ, കുറുമ്പൻ ചേട്ടൻ്റെ പോയി വാങ്ങിച്ചോടാ, തട്ടിയിടണ ചേട്ടനെ. ആ, നമ്മള് തൃശ്ശൂർക്ക് പോകണ്ടാ. അബ്രുവിന്റെ ബർത്ത്ഡേ വരാറായി. അപ്പൊ അബ്രുവിന് ഡ്രസ്സ് എടുത്തിട്ടില്ല. ആദ്യത്തിനും കഴിഞ്ഞ പ്രാവശ്യം പോയിപ്പോ കുറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി. പക്ഷെ അബ്രുവിന് നമ്മളൊന്നും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കണ്ട. അപ്പൊ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മള് തൃശ്ശൂർക്ക് പോകണ്ടാ. അതുണ്ട്. പിന്നെ ആരുള്ളതാ? മാമിയുണ്ട്. അപ്പൊ നമ്മള് സ്റ്റുഡിയോയില് വെക്കുന്ന കയറുള്ളൂ. ഇവരെ ഡ്രസ്സുകൾ വെക്കുന്നത് നമ്മള് തൃശ്ശൂർ സ്റ്റുഡിയോയിൽ ഇതൊക്കെ എടുത്തത് സ്റ്റുഡിയോയില്. അപ്പൊ അവിടേക്ക് തന്നെ പോവാ, ഡ്രസ്സ് എടുക്കാം, വരാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. എവിടേക്ക് പോണ ഒരു എവിടേക്ക്? കാടുറ്റിക്ക്. കൊച്ചി ഇറങ്ങിയപ്പോ തന്നെ എന്നോട് പറഞ്ഞു കാടുറ്റിക്ക് പോവാന്ന്. കൊച്ചി നോക്കുമ്പോ കാടുറ്റിക്കാണോ പോണേ? ആ, കണ്ടാ ആദ്യത്തിന് വണ്ടി ആരെ കൊണ്ടുപോയാ? നമ്മളിതേ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിട്ട് സ്റ്റുഡിയോ എത്തിയിട്ടാ. ഇനി ഡ്രസ്സ് സെർച്ചിങ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നോക്ക്, ഡ്രസ്സ് വാങ്ങിയത് അപ്പന് മോനും കൂടി ഇതേ പറഞ്ഞത് കേട്ടോ. ഡ്രസ്സ് വാങ്ങിച്ചു 2 പേർക്കും. എന്റെ പിരികം ത്രെഡ് ചെയ്യാൻ പോകട്ടോ. ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പൊ പിരികം ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ എന്താണ് മറ്റേ നാത്തൂന്റെ കൊച്ചിന്റെ മാമൂദിച്ചിക്ക് പിരികം ത്രെഡ് ചെയ്തേക്കണ്ട. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അപ്പൊ ഒരു ആഗ്രഹം ഒന്ന് ചെയ്യണത്. അപ്പൊ അതിന് വേണ്ടിട്ട് പോകണം. ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കുറച്ചും കൂടെ നടന്നാൽ മതി. അപ്പൊ പോണത് രസം അതല്ല, നട്ടാപ്പുറം ഉച്ചയ്ക്കിനും പോണം. അതും കൂടെ എന്റെ പിന്നാലെ വരാമെന്ന് എനിക്ക് പേടി. ഞാൻ ഇപ്പൊ ഇനിയിപ്പോ അവന്റെ കണ്ണ് വെട്ടിച്ച് ഇവിടുന്ന് ചാടണം. ഇപ്പൊ ഇത് ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ. ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ തടിച്ച് പൊന്തും. എനിക്ക് ഭയങ്കര, എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്, വേഗം പ്രതികരിക്കും. അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഒരു ക്രീം പറ്റി തരുമ്പോൾ കുഴപ്പമുണ്ടാവാറില്ല.
അപ്പൊ ചെയ്തിട്ട് വരട്ടെ. ഇതും ത്രെഡ് ചെയ്ത് ഇറങ്ങിയിട്ടാ. എന്തെങ്കിലും വ്യത്യാസം കാണുന്നില്ല, പ്രത്യേകിച്ച് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നേരെ വീട്ടിലേക്ക് വാദം കൂട്ടം അവിടെ ഉണ്ട്, അവൻ കണ്ടിട്ടില്ല. സെറ്റാന്ന് തോന്നുന്നു എല്ലാരും. ഞാൻ വീട്ടിലെത്തിയില്ലോ. ഇളകി തുടങ്ങിയ രണ്ടുപേർക്കും ഭ്രാന്തളകി തുടങ്ങിയ കൂട്ടനെ. ഞാൻ വന്നപ്പോഴേ എന്നെ കണ്ടു. അണ്ടാത് കൂട്ടനെ എന്ത് കൊടുത്തു? അമ്മാമ്മ മിഠായി കൊടുത്തു. അത് രാവിലെ ഇങ്ങനെ പോയേ മീനിനെ മേടിക്കാൻ പോയി. എന്നിട്ട് അതെന്നിട്ട് കണ്ടേത് പറയല്ല അവരോടും. പറയേ ഇതേ നോക്കണല്ല അവരും. മീമിനെ കണ്ടു എന്ന് പറഞ്ഞേ, മീമി ചാടിന്ന് പറഞ്ഞേ. പറയടോ, നോക്കാൻ വേണ്ടിട്ട് ഇതില് പറയണമ്മ. പറയ്, മീമി ചാടി, അത് മീമി വാങ്ങിച്ചു, ഇറച്ചി വാങ്ങിച്ചു പറഞ്ഞേ. പറഞ്ഞേ പറയടോ. മിണ്ടലില്ല. അത് അതല്ലേ ടയറുമ്മ കയറി നിന്നിട്ട് എന്നിട്ട് 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 ഇന്ന് കാലത്ത് നമ്മൾ എങ്ങടെ പോയിട്ട് എന്നിട്ട് 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 മീമിക്ക് എന്നിട്ട് പറ്റിയിട്ട് എന്നിട്ട് നാല് ചാടിടാ അങ്ങനെ പറഞ്ഞാതോ? എങ്ങനെ പറഞ്ഞത്? പറയ്. ഹാപ്പി ടു യു അമ്മാമേടെയാ. ആദ്യ ഹാപ്പി ടു യു അബുരുന്റെ ഹാപ്പി ടു യുനാ. അതെന്നിട്ട് വാങ്ങിച്ചു കൊടുക്കണേ കുക്കാനാ. എന്നിട്ട് വാങ്ങിച്ചു കൊടുക്കണേ അബുരുന്റെ കുറുക്കനെയാ. കുറുക്കനെ എന്തിനാ അവനും കളിക്കാനാ? അപ്പാപ്പൻ വന്ന എന്റെ ഉത്സാഹ പ്രകടനം കഴിക്കുന്നുണ്ടോ? അബുരുന് കയറണ കയറുന്നു. രണ്ടുപേരുന്ന് വണ്ടി കയറിട്ടാ. ഇവനെ കേട്ടല്ലേ ബ്രോ? അബ്രുനെ രണ്ടെണ്ണം കൂടി കേറി നിക്കണോക്ക്. അബുരിനെ എണ്ണ കൂടുതൽ ഇഷ്ടം. പണികൾ തുടങ്ങി വെച്ചത് നമ്മളിന്ന് കാലത്ത് ഞാൻ അതും കൂടി ഇറച്ചി വാങ്ങിക്കാനാണ് പോയത്. പക്ഷെ അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായി മീൻ വാങ്ങണം ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയി. കഴിഞ്ഞ് മീൻ വാങ്ങിച്ചൊക്കെ ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ആ മീനൊക്കെ കണ്ട് അത് ഫുള്ള് ഹാപ്പി വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി എന്താ സ്റ്റാർട്ടാവാത്ത? അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും സ്റ്റാർട്ട്. അത് കഴിഞ്ഞിട്ട് ആ മീൻ കടയിലത്തെ ചേട്ടന്മാരൊക്കെ ഉന്തി വണ്ടി സ്റ്റാർട്ട് ചെയ്തു കിട്ടാം. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അങ്കിളിനെ വിളിച്ച് ചോദിച്ചു എന്നിട്ട് പ്രശ്നം. അപ്പോൾ അവൾ ചിലപ്പോൾ പറഞ്ഞു ബാറ്ററി ചിലപ്പോൾ പഴയതായി ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയി. അപ്പം മീൻ വണ്ടിയിൽ ഇരിക്കട്ടോ. എൻ്റെ ടെൻഷൻ മീൻ ചെയ്യുക എന്നുള്ളതാണ്, വണ്ടിയല്ല. അതായത് ബാറ്ററി മാറണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ചേട്ടാ ഞാൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വർക്ക്ഷോപ്പ്. ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി ഇവിടെ കിടന്നോട്ടെ, ഞാൻ മീൻ കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഇല്ല പോലെ 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആള് പോയി ബാറ്ററി വാങ്ങിക്കൊടുന്ന് ബാറ്ററി ഇട്ട് മീനോടെ കൊണ്ടെടുത്തു. അപ്പോൾ 2 തരം മീൻ വാങ്ങി. ഒന്ന് അയിലും വാങ്ങി, ബ്രാലും വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നിട്ടാന്ന് കഴിഞ്ഞാൽ അയില വറക്കാം, ബ്രാല് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവളേൽ കൊടുത്തു മീൻ. ഇവളതാ മരയിൽ കൊണ്ടുകൊടുത്തു. എന്നോട് പറഞ്ഞു പറയണേക്ക് ഞാൻ നോക്കിയപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസത്തില് അയിലേനെ കറി കഴിക്കാൻ റെഡിയാക്കി. ബ്രാല് നല്ല ഫ്രഷ് ബ്രാലിനെ ജീവനോടെ പിടിച്ച് ഇതാക്കി നന്നാക്കി വന്നു. അവനെ നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അതായത് ഐസ് മീനെ കറി വെച്ചു, ജീവനുള്ള മീനെ വീണ്ടും ഫ്രിഡ്ജിൽ ഐസാക്കി. അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ലൊരു ചൂട് പണിയായിരുന്നു കിട്ടിയത്. കാരണം ഞങ്ങള് 8:30 പോയിട്ട് 11 മണിയായി നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ. അതായത് ഇറച്ചിയും ഇത് വാങ്ങിക്കുക. അതായത് നമ്മൾ മീനോടെ കൊണ്ടുകൊടുത്തു. മീൻ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട്, അതായത് നല്ല ഫ്രഷ് തിന്നാലോ എന്ന് വെച്ചിട്ടുണ്ട്. നേരെ ഇവനെ ഇപ്പോൾ ഫ്രഷിലേക്ക് ഐസാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു പിന്നെ വേറെ പ്രശ്നം നമ്മൾ വഴിയിലെന്തായാലും കുടുങ്ങില്ല കേട്ടോ. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. കാരണം
നമ്മള് ചെന്ന് കൊടുത്ത് വണ്ടി സ്റ്റാർട്ടായി. നമ്മള് തൃശ്ശൂർക്ക് പോയിപ്പോ വണ്ടി ഇതായില്ലോ, അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടുണ്ടാവും. അപ്പൊ ത്രെഡ് ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി, ആദ്യത്തിന് അബ്രൂനും വാങ്ങി, അതുപോലെ തന്നെ എനിക്കും ചേട്ടായിക്കും വാങ്ങി, ഡ്രസ്സ് വാങ്ങി. പിന്നെ അമ്മച്ചിക്കും അപ്പച്ചനും അവർക്കൊക്കെ നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഓൾറെഡി ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി സെയിം മാസം തന്നെയായിരുന്നു. അപ്പൊ അവർക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായി, അതുകൊണ്ട് അവർക്ക് ഡ്രസ്സ് വാങ്ങിയില്ല. നമുക്ക് എനിക്കാണെങ്കിൽ ഇപ്പൊ 5-8 മാസം കണ്ടായി ഡ്രസ്സ് വാങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഡ്രസ്സ് എന്തായാലും ഒരു വലിയ ആഡംബരമൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു ടോപ്പ് എടുത്തു. അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല, കാരണം അത് ഷോപ്പിങ്ങിന്റെ ഇടയിൽ ബ്ലോക്ക് കണ്ടതും ഡെലീഷ് മോനെ എന്തോ ഭ്രാന്ത് നൽകി. അതായത് നമ്മൾ സ്റ്റുഡിയോ കയറി. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അവിടെ നിന്ന് ഒരു ടോപ്പ് എടുക്കാന്ന്. അപ്പൊ എനിക്ക് അവിടെ ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ കടയിൽ പോവാന്ന്. അപ്പൊ ആൾക്ക് പറഞ്ഞു അത് നീ മുന്നേ പറയാനില്ല, നമ്മൾ അതിൽ കൂടെ പോയി ഇതിൽ കൂടെ വന്ന് അങ്ങോട്ട് എടുക്കായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പേക്ക് ഫുള്ള് ബ്ലോക്കായി, വണ്ടികളൊന്നും നീങ്ങണ്ടായി. KSRTC-ക്കാർ വരെ ഇറങ്ങി, മറ്റേ കണ്ടക്ടർമാര് അറ്റത്ത് പോയി നിൽക്കായിരുന്നു ബ്ലോക്ക് ഇതാക്കിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ആ വീഡിയോസ് ഭ്രാന്തളകിയ കാരണം ആ മാനസികാവസ്ഥയിലായതുകൊണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ടോപ്പ് എടുത്തു, ആദ്യത്തിന് അബ്രൂന് ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോന്നു, വേറെ എവിടെയും തങ്ങിയില്ല. എന്നിട്ട് വരെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കറക്റ്റ് 9 മണിയായി. വീട്ടിലെത്തിയപ്പോഴേക്കും 2 കുട്ടീസ് കരച്ചിൽ ബഹളങ്ങൾ തുടങ്ങി. കാരണം ഇവരുടെ വിശപ്പിന്റെ വിളി വന്നു തുടങ്ങി. അവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വന്ന വൈകിട്ട് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായില്ല. അബ്രൂനാണെങ്കിൽ പിന്നെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായി, ആർക്കും ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായില്ലേ. നമ്മള് അല്ല അബ്രൂന് വേണമെങ്കിൽ നമുക്ക് ഇടുക്കി ദോശ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ നമ്മള് വണ്ടി നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലും വീട്ടിലെത്തേണ്ട നമ്മുടെ ഒരു കരുതൽ കൊണ്ടും നമ്മൾ വേഗം ഇങ്ങോട്ട് പോന്നു. അങ്ങനെ 9 മണിയായി എത്തിയപ്പോ. അങ്ങനെ ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നാളെ ഇപ്പൊ ഇനി ബർത്ത്ഡേ പരിപാടികളാണ് ഇവിടെ. അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ ഇവിടുത്തെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.